നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ വിച്ച് കാർബോകാറ്റോൺ ഹാസ് ഗ്രേറ്റർ ഹൈപ്പർ കോൺജുഗേഷൻ ഇന്ററാക്ഷൻ. തന്നിരിക്കുന്നതിൽ ഏത് കാർബോകാറ്റോണിനാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷൻ ഇന്ററാക്ഷൻ ഉള്ളത്? ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. CH3+, CH3CH2+, CH3 CH3 അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് മനസ്സിലാവും. ഇവിടെ കാർബോകാറ്റോൺസുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണത്തിലാണ് വ്യത്യാസം കാണിച്ചിരിക്കുന്നത്, അല്ലയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഒരു റിലേഷൻ? ഏത് റിലേഷനാണ്? കാർബോകാറ്റോണുകളിൽ പ്രസന്റ് ആയിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണത്തിനനുസരിച്ച് ഹൈപ്പർ കോൺജുഗേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ത്? നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇൻ കാർബോകാറ്റോൺ ഇൻക്രീസസ്, ഹൈപ്പർ കോൺജുഗേഷൻ ഓൾസോ ഇൻക്രീസസ്. കാർബോകാറ്റോണുകളിലെ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഹൈപ്പർ കോൺജുഗേഷൻ ഇന്ററാക്ഷനും കൂടുന്നു. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വരുന്നത് തേർഡ് ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ സിക്കാണ്. ആണ് ഹൈപ്പർ കോൺജുഗേഷൻ ഇന്ററാക്ഷൻ ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ.